ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇൻ്റർവ്യൂവിനുള്ള സെഷനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പരീക്ഷ കഴിഞ്ഞു അല്ലേ, ഒരുപാട് കുട്ടികൾ, നമ്മുടെ സഹകാരിയുടെ ഒരുപാട് ചുണക്കുട്ടികൾ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാൻ പാകത്തിന് മാർക്ക് മേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്തോട് എന്താ പറയുക, നമ്മൾ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒരു ചെറി വയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിന് ഒരു മാർക്കും കൂടെ നമുക്ക് അധികം സ്കോർ ചെയ്യണം അല്ലേ. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ സാറേ, ഇത് എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് മാർക്കുണ്ട് അതാണ് പ്രധാനം കേട്ടോ. അപ്പോൾ മാർക്കുള്ള ഇൻ്റർവ്യൂ നമ്മൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല, നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിലവിൽ സഹകാരിയുടെ കുട്ടികൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിരിക്കും. അതുപോലെ പുറമേ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂയുടെ ക്ലാസ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഞാനൊരു ലിങ്ക് ഇതിൻ്റെ കൂടെ ഇടാം, ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ബുക്കിഷ് നോളജ് അല്ല പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇൻ്റർവ്യൂ വേണ്ടി ഒന്ന് കിട്ടുന്നത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ സഹകാരി ഈ കോഴ്സിന് വേണ്ടി എടുത്ത എല്ലാ ക്ലാസ്സും അതിൻ്റെ എക്സാംസും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സെഷൻസ് ഏതൊക്കെ ഏരിയ ആണോ അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് കാണുകയും അതിനോടൊപ്പം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാനുള്ള സാഹചര്യവും കിട്ടും. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും എക്സാംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടും. അപ്പോൾ അത് ബുക്ക് നോളജ് നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ നോളജ് അപ്ഡേറ്റ് ആയിരിക്കണം. ബുക്ക് നോളജ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ എവിടെ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അല്ലേ. ലിസ്റ്റിൽ വന്നത് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ധാരണയെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഉത്തരം പറയാൻ പറ്റണം. പിന്നെ കോൺഫിഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാനർ, നമ്മൾ എങ്ങനെയാണ്, ഐ കോൺടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിൻ്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ മിടുക്കനായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനോടൊപ്പം നമുക്ക് ഈ ഡയറി മേഖലയെക്കുറിച്ച് ഉറപ്പായിട്ട് ഇൻ്റർവ്യൂ പാനലിലെ പ്രധാനപ്പെട്ട ചോദ്യകർത്താവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒരാളായിരിക്കും. അപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ട് ഒരു DO ആയിരിക്കണം സാധ്യത കേട്ടോ. ഒരു DO അല്ലെങ്കിൽ റിട്ടയർഡ് DO ആയിരിക്കും പാനലിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. ഇതെന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാനാണ് ഒരു എക്സാമിനേഷന് വേണ്ടി നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ടോട്ടലായിട്ട് എന്തെല്ലാം നിങ്ങൾക്ക് തരണം, എന്തെല്ലാം നോളജ്, അപ്ഡേറ്റഡ് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ റിസർച്ച് ടീം തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ മേഖലയിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് തരാൻ സാർ ഈ ഒരു ഏരിയയെ കുറിച്ചുകൊണ്ട് സാർ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓവറാൾ ഒരു നോളജ് ഉണ്ടാവണം, അതായത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണം. ഏതൊരു മേഖലയിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും അതുപോലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജും, ദാറ്റ് മീൻസ് ജസ്റ്റ് കറണ്ട് അഫേഴ്സ്, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരത്തെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയറി ഡെവലപ്മെന്റ് ചരിത്രമാണ്. നമ്മൾ പോകുന്ന എങ്ങോട്ടേക്കടാ, ക്ഷീരവികസന വകുപ്പിലേക്കാണ് അല്ലേ. ക്ഷീരവികസന വകുപ്പിന്റെ ചരിത്രം എന്താണ്, എങ്ങനെ തുടങ്ങി, അതിന് മുന്നേ ഉണ്ടായ ഡെവലപ്മെന്റ്സ് എന്തെല്ലാം, അതുപോലെ നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഉറപ്പായിട്ട് കാണാം. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ക്ലാസ്സുകളൊക്കെ വിശദമായിട്ട് കാണുക. ഡയറിയായിട്ട് ബന്ധപ്പെട്ട ചരിത്രമൊക്കെ കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ ഇല്ലാത്ത കുറേ ഏരിയാസ്, നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കുറേ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ചെന്ന് കയറാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് അല്ലേ, ആ ഓഫീസിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആശങ്ക ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയില്ല, പുറമേയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. അത് സഹകാരിയുടെ ഇൻ്റർവ്യൂ ക്ലാസ്സിൻ്റെ അവസാനമാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ, അതായത് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും, നമ്മളെങ്കിൽ സൂം മീറ്റ് വഴിയായിരിക്കും ഇൻ്റർവ്യൂ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആദ്യം ഇൻ്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫോം തരും. അതായത് നമുക്ക് PSCയിൽ നിങ്ങൾ ആ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. ആ ഫോമിനെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യങ്ങളുണ്ടായിരിക്കും. അതായത് റീഡിങ് എന്ന് നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു സാധനവും എടുത്ത് എഴുതരുത്. നിങ്ങൾ ദയവേദി എനിക്ക് പറയാനുള്ള കാര്യമാണ്.
നമ്മുടെ ഹോബി ആവട്ടെ, നമ്മുടെ സ്കിൽസ് ആവട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കില്ലുണ്ടെന്ന് നിങ്ങൾ എഴുതിയിരിക്കും. ആ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ റീഡിങ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡർ ആയിരിക്കണം. എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചോട്ടെ എന്ന് വെച്ചാൽ റീഡിംഗ് എഴുതുക. അപ്പോൾ ഏറ്റവും അവസാനം വായിച്ച പുസ്തകത്തെക്കുറിച്ച് ഒരുപക്ഷെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഥറിനെ കുറിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ റീഡിങ്ങിനെ കുറിച്ച് നല്ല സ്കില്ലുള്ള ഒരാൾ, അറിവുള്ള ഒരാൾ ഉറപ്പായിട്ടും അത്യാവശ്യം ഓഥേഴ്സിനെ കുറിച്ചൊക്കെ അറിവുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് റീഡിംഗ് നമ്മൾ എഴുതിയതിന് ശേഷം ഏറ്റവും ബേസിക് ആയിട്ട് അബ്ദുൽ കലാമിന്റെ 2 പുസ്തകത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ പോയില്ലേ, അപ്പോഴേ നമ്മൾ ആ ഒരു ഇംപ്രഷൻ പോയി കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫൈൽ പൂരിപ്പിക്കുമ്പോൾ, അതായത് ഇന്റർവ്യൂവിന് മുന്നേ സമർപ്പിക്കേണ്ട പ്രൊഫൈൽ പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്കൊരു മോക്ക് പ്രൊഫൈൽ നമ്മൾ തുടക്കത്തിൽ തരും. അപ്പോൾ ആ മോക്ക് പ്രൊഫൈൽ പൂരിപ്പിച്ചതിന് ശേഷമായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് ഒരു ഫീസ് ഉണ്ടാവും കേട്ടോ. കാര്യം ഞാൻ പറയുന്ന കാര്യം, ഇവിടെ ഈ മേഖലയിലെ ക്ലാസ് എല്ലാം മിക്കവാറും ഞാനായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പാനലുണ്ടായിരിക്കും. പാനൽ വന്നിരിക്കുമ്പോഴത്തേക്കും അവരൊരു 15 മിനിറ്റ് ഇരുന്നാലേ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 4 പേരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, മോക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും അതുപോലെ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. ഇവിടെ നിങ്ങൾക്ക് തന്നെ സിവിൽ സർവീസിൻ്റെ മോക്ക് ഇൻ്റർവ്യൂ എങ്ങനെയാണോ അതുപോലൊരു മോക്ക് ഇൻ്റർവ്യൂ ഗൂഗിൾ മീറ്റ് വഴി അറേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൽസ് ഉണ്ടായിരിക്കും. ആ പാനലിന് കൊടുക്കാനുള്ള ചെറിയൊരു ഫീസ് ഉണ്ടാവും. അത് ഞാൻ ആ സമയത്ത് പറയാം. ആ സമയത്ത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, സഹകാരിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അല്ലാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്ന ലിങ്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുമ്പോൾ ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. 9497742944. ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ കേട്ടോ. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആപ്പിലോട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും പഠിച്ചു തുടങ്ങാം. നമ്പർ നോട്ട് ചെയ്താലും എല്ലാവരും പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡയറി ഡെവലപ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി, ചരിത്രമാണ്. തുടക്കത്തിൽ നമ്മുടെ നാട്ടിലെ പാലുൽപാദനം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിലെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ 1940 മുന്നേ അല്ലെങ്കിൽ 20 മുന്നേ ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യത്തിനല്ലേ, ഓരോ വീട്ടാവശ്യത്തിന് വേണ്ടി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നത് ചായപ്പീടികകൾ വന്നു എന്നുള്ളതാണ്. ചായപ്പീടികകൾ എന്ന് പറയുമ്പോഴത്തേക്കും, ചായ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, എല്ലാവർക്കും അഭിമതനായിട്ടൊരു ആഹാര പദാർത്ഥമല്ലേ ചായ, ടീ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ടീയുടെ അവിഭാജ്യ ഘടകമാണ് പാല്. അപ്പോൾ ചായപ്പീടികൾ പണ്ട് കാലത്ത് നമ്മുടെ സഹകരണ മേഖലയോ അല്ലെന്നുണ്ടെങ്കിൽ പാൽ വിപണന മേഖലയൊക്കെ വരുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഇതിനകത്തൊരു എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ചായപ്പീടികളും അടുത്തുള്ള വീടുകളിലേക്ക് പാല് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് വിപണനമാണ് നമുക്ക് തുടക്കത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചായപ്പീടികൾ വരികയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിപണന സമ്പ്രദായം വരികയും അതാണ് ഈ മേഖലയുള്ള ജോലി സാധ്യതയിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ തുടക്കത്തിൽ പറയാം. നോക്കാം, ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ പോസിബിലിറ്റീസ് ഓഫ് ഓർഗനൈസ്ഡ് മിൽക്ക് മാർക്കറ്റിംഗ്. അതിനുശേഷം ഓർഗനൈസ്ഡ് മിൽക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആശയത്തിന്റെ പോസിബിലിറ്റീസിലേക്ക് കടക്കുന്നത്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ഡയറി സൊസൈറ്റീസ് വെയർ രജിസ്റ്റേർഡ് ഇൻ ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ്. ട്രാവൻകൂർ തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ അല്ലേ, തുടക്കത്തിൽ എന്താണ്, തിരുക്കൊച്ചി സംസ്ഥാനത്ത് തന്നെ 952 ആക്ട് 10 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു എന്ന് കാണപ്പെടുന്നു കേട്ടോ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 952 ആക്ട് 10 പ്രകാരമാണ് എന്ത്, ഡയറി സൊസൈറ്റീസ് കേരളത്തിൽ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മുന്നേ ട്രാവൻകൂർ, കൊച്ചിൻ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഏത് ആക്ട് പ്രകാരമാണ്, 952 ആക്ട് 10 പ്രകാരമാണ് എന്നുള്ള കാര്യം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട എന്താണ് സൊസൈറ്റി പറയുന്നുണ്ട്, അതിൻ്റെ രജിസ്റ്റർ നമ്പറും പറയുന്നുണ്ട്. 1D ഇതാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ. മംഗലാപുരം, തിരുവനന്തപുരത്തെ മംഗലാപുരം, മാംഗ്ലൂർ അല്ല കേട്ടോ, മാംഗ്ലൂർ അല്ല, തിരുവനന്തപുരത്തെ മംഗലാപുരം ഡയറി ഇൻഡസ്ട്രി അസോസിയേഷൻ ആണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റി എന്നും പറയപ്പെടുന്നു. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നെന്താണ്, ട്രാവൻകൂർ സ്റ്റേറ്റിന്റെ കീഴിൽ അല്ലേ, ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റിന്റെ കീഴിൽ 952 ആക്ട് 10 പ്രകാരമാണ് എന്ന് അന്ന് നമുക്ക് ഈ പറഞ്ഞ ഡയറി സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട എന്താണ്, മംഗലാപുരം ഡയറി ഇൻഡസ്ട്രി അസോസിയേഷൻ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത് ആദ്യം. അതുപോലെ 1D ആയിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ കേട്ടോ. ഫസ്റ്റ് ഡയറി അസോസിയേഷൻ ടു ബി ഫോംഡ് അല്ലേ, ഫസ്റ്റ് ഡയറി അസോസിയേഷൻ ടു ബി ഫോംഡ് എന്ന് പറഞ്ഞാൽ മംഗലാപുരം ഡയറി ഇൻഡസ്ട്രി അസോസിയേഷൻ ആണ്. ഓക്കെ, വേറെ പല പുസ്തകങ്ങളിലും വേറെ പേരുകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇവിടെ നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഇതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി നോക്കാം, ഇൻ 1914 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോംഡ് ആൻ അഗ്രികൾച്ചറൽ ബോർഡ് ആൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് എ മിലിറ്ററി ഫാം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ക്വാളിറ്റി മിൽക്ക് ടു ദ സോൾജേഴ്സ്. നമുക്ക് അറിയാം,
തുടക്കത്തിൽ നമ്മുടെ എന്താണ് ബ്രിട്ടീഷ് ഭരണകാലത്തിലെ നമ്മുടെ ഭരണഘടനയാണെങ്കിലും അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ പല മേഖലകളിലും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ എന്താണ് തിരുശേഷിപ്പുകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും അല്ലേ. നോക്കാം. അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ 47 മുന്നേ എന്താണ് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആർമിയാണ് അല്ലേ. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സാധാരണക്കാർ, ഇന്ത്യക്കാർ തന്നെയാണ് ഈ ആർമിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ സോൾജിയേഴ്സിന് ക്വാളിറ്റി മിൽക്ക് കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി 944 എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോം ചെയ്ത ഒരു അഗ്രികൾച്ചർ ബോർഡ് ഉണ്ടായിരുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഒരു മിലിറ്ററി ഫാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ ഒരു ചേഞ്ച് കേട്ടോ, മിലിറ്ററി ഫാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് ആരാണ് അതിന്റെ റെക്കമെൻഡേഷന്റെ പിന്നിൽ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 914 ഫോം ചെയ്യുന്ന അഗ്രികൾച്ചർ ബോർഡിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഈ മിലിറ്ററി ഫാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സോൾജിയേഴ്സിന് ക്വാളിറ്റി ഉള്ള മിൽക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു കേട്ടോ. നിങ്ങളിത് അവസാനം വരെ കാണണം, കാരണം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ അവസാനം പറയും, അതിന്റെ ഉത്തരം പറയില്ല. PSC പരീക്ഷയുടെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് അടക്കം പറയും, ഉത്തരവും പറയും, ഇതിന്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഇതിന്റെ അവസാനം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ചോദിക്കാത്ത എന്തെല്ലാം ചോദ്യങ്ങൾ കാണാൻ പറ്റുമോ, ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്ന തരത്തിൽ എന്തെല്ലാം ചോദ്യങ്ങൾ കാണാൻ പറ്റുമോ ആ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെയും ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ഷോർട്ട് നോട്ട് എഴുതി വെക്കണം. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രം പഠിക്കരുത്, വായന വേണം നിങ്ങൾക്ക്. ഈ മേഖലയിൽ പുസ്തകങ്ങൾ വായിക്കണം, അതുപോലെ ഡയറി മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അഡ്വാൻസ്മെന്റ്സ് നമ്മൾ അറിയണം കേട്ടോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വായന വേണം കേട്ടോ. ഇത് മാത്രം പോരാ, ഒരിക്കലും ഇത് മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കരുത്. നോക്കാം. ഇൻ 1920 ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ഓഫ് മിസ്റ്റർ വില്യം സ്മിത്ത്. ആരായിരുന്നു വില്യം സ്മിത്ത്? എന്തായിരുന്നു? നമ്മുടെ ഡയറി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇംഗ്ലണ്ടിലെ ഡയറി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് മിസ്റ്റർ വില്യം സ്മിത്ത്. അദ്ദേഹം ഡയറി എക്സ്പെർട്ട് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് പ്രകാരമാണ് സയന്റിഫിക് ബ്രീഡിംഗ് അല്ലെ, ശാസ്ത്രീയമായിട്ടുള്ള പ്രജനന രീതികൾ, അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള ഫീഡിംഗ്, അതുപോലെ മെയിൻ്റനൻസ് ആൻഡ് പ്യുവർ മിൽക്ക് പ്രൊഡക്ഷൻ വെയർ ഇംപ്ലിമെന്റഡ് ഇൻ മിലിറ്ററി ഫാംസ്. ഈ പറഞ്ഞ മിലിറ്ററി ഫാംസ് 914 ഇന്ത്യ ഗവൺമെന്റ് ഫോം ചെയ്ത അഗ്രികൾച്ചറൽ ബോർഡിന്റെ സജഷൻ പ്രകാരം ഉണ്ടായിട്ടുള്ള മിലിറ്ററി ഫാംസിൽ മിസ്റ്റർ വില്യം സ്മിത്തിന്റെ ഫൈൻഡിങ്സ് പ്രകാരമാണ് സയന്റിഫിക് ബ്രീഡിംഗ്, ഫീഡിംഗ്, മെയിൻ്റനൻസ് ആൻഡ് പ്യുവർ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. 920 കേട്ടോ, 920 ആരായിരുന്നു അതിന്റെ പിന്നിൽ? നമ്മുടെ ഇംഗ്ലണ്ടിലെ ഡയറി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്ന മിസ്റ്റർ വില്യം സ്മിത്തിന്റെ ഫൈൻഡിങ്സ് ആണ് ഇവിടെ നടപ്പിലാക്കിയത് 920. നോക്ക്, എന്തൊക്കെയാണ് ശാസ്ത്രീയമായിട്ടുള്ള പ്രജനന രീതികൾ. ശാസ്ത്രീയമായിട്ടുള്ള പ്രജനന രീതി എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ സെലക്റ്റീവ് ബ്രീഡിംഗ് വേണ്ടടാ, സെലക്റ്റീവ് ബ്രീഡിംഗ് വേണം അല്ലേ. മെച്ചപ്പെട്ട, നമ്മൾ അതൊക്കെ പഠിച്ചാണ് മറ്റേ ക്ലാസ്സുകളിൽ അല്ലേടാ, പഠിച്ചില്ലേ? സെലക്റ്റീവ് ബ്രീഡിംഗ് എല്ലാം പഠിച്ചാണ്. അപ്പോൾ സെലക്റ്റീവ് ബ്രീഡിംഗ് നമുക്ക് വേണം. അതുപോലെ മെച്ചപ്പെട്ട ഫീഡിംഗ് വേണം. ഫീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫീഡിങ്ങിന്റെ കാര്യവും തമ്പ്രൂളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, തമ്പ്രൂൾ പഠിച്ചിട്ടില്ലേ? അതായത് എല്ലാ പശുവിനും ഇതിനൊക്കെ വിശപ്പില്ലേ എന്ന് കരുതി എല്ലാത്തിനും ഒരുപോലെ ആഹാരം കൊടുത്താൽ എന്താണ്? ശരിയാവൂല അല്ലേ. ഓരോന്നിന്റെ പ്രൊഡക്ഷൻ നോക്കി അതിന് ആനുപാതികമായിട്ടുള്ള ഫീഡിംഗ് കൊടുക്കണം. മെയിൻ്റനൻസ്, ശാസ്ത്രീയമായിട്ടുള്ള മെയിൻ്റനൻസ് രീതികൾ, അതുപോലെ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലേ. എന്താണ്? ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പാലിന്റെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേടാ അല്ലേ. അപ്പോൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ഇതിനെല്ലാം നടപ്പിലാക്കിയത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? മിസ്റ്റർ വില്യം സ്മിത്ത്. അദ്ദേഹം ആരായിരുന്നു? ഡയറി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇംഗ്ലണ്ടിന്റെ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയായിരുന്നു. 920 ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രീ ഹിസ്റ്റോറിക് എറയാണ്, നമ്മുടെ ഇന്ത്യ ചരിത്രത്തിന് മുന്നേ വരുന്ന കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഡോക്ടർ NC റൈറ്റ് അല്ലേ, സയന്റിഫിക് അഡ്വൈസർ ടു ദ മിനിസ്ട്രി ഓഫ് ഫുഡ് അല്ലേ. നമ്മുടെ ഇംഗ്ലണ്ടിലെ മിനിസ്ട്രി ഓഫ് ഫുഡിന്റെ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ NC റൈറ്റിന്റെ റെക്കമെൻഡേഷൻസ് ഇപ്പോഴും റിലവന്റ് ആണെന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ്? നമുക്കറിയാം, നമ്മുടെ നിലവിലത്തെ ഉള്ള മിൽക്കിന്റെ കളക്ഷൻ അല്ലേ, കളക്ഷൻ മിൽക്ക് ഗ്രിഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഉറപ്പായും നമ്മുടെ ഡയറി ഡെവലപ്മെന്റ് ക്ലാസ് കണ്ടുനോക്കാം. മിൽക്ക് ഗ്രിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. മിൽക്ക് ഗ്രിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എവിടെ നിന്നാണോ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ നിന്നും പാല് കളക്ട് ചെയ്ത് എവിടെയാണോ ആവശ്യക്കാർ അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനുണ്ടെങ്കിലും മിഡിൽ മെയിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അതുപോലെ ഫെയർ പ്രൈസ് കൺസ്യൂമറിനും അതുപോലെ പ്രൊഡ്യൂസർക്കും ഫെയർ പ്രൈസ് എൻഷുർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മിൽക്ക് ഗ്രിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരുന്ന ആരിൽ നിന്നാണ്? ഡോക്ടർ NC റൈറ്റിൽ നിന്നാണ്.
ഓക്കെ. അപ്പോൾ ദോസ് റെക്കമെൻഡേഷൻസ് ഇൻക്ലൂഡ് എസ്റ്റാബ്ലിഷിംഗ് എ വെൽ ഓർഗനൈസ്ഡ് ഡയറി ഇൻഡസ്ട്രി ചെയിൻ. എന്താണ് ഡയറി ഇൻഡസ്ട്രി ചെയിൻ? കണ്ടോ, ഡയറി ഇൻഡസ്ട്രി ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ മിൽക്ക് ഗ്രിഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്, റൂറൽ മേഖലകളിലായിരിക്കും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാല് അവിടെ തന്നെ വിപണനം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരത്തില്ല, എക്സസ് ഉണ്ടായിരിക്കും അല്ലേ. മാത്രമല്ല ഇതിന്റെ ശരിക്കുള്ള കസ്റ്റമേഴ്സ് കിടക്കുന്ന എവിടെയായിരിക്കും? അർബൻ മേഖലകളിലായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റൂറൽ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിനെ കളക്ട് ചെയ്ത് അർബൻ മേഖലകളിലേക്ക് എത്തിക്കുക. അതിനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡയറി ഇൻഡസ്ട്രി ചെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി എന്ത് എൻഷുർ ചെയ്യുക? മാർക്കറ്റ് അല്ലേ, മാർക്കറ്റ് ആൻഡ് ഫെയർ പ്രൈസസ് ടു ദ ഫാർമേഴ്സ്. ഫാർമേഴ്സിന് മാർക്കറ്റ്, വ്യക്തമായിട്ടുള്ള മാർക്കറ്റ് കിട്ടുക, അതുപോലെ അവർക്ക് ഫെയർ പ്രൈസസ് കിട്ടുക. അതുപോലെ അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡയറി ഡെവലപ്മെന്റ് സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന റെക്കമെൻഡേഷൻസ് എല്ലാം ആരുടെ വകയാണ്? തുടക്കത്തിൽ ആരുടെ വകയാണ്? ബേസ് നോക്കണമെങ്കിൽ ഡോക്ടർ NC റൈറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വർഗീസ് കുര്യനെല്ലാം ഈ ആശയത്തെ എന്ത് ചെയ്യുന്നത്? വ്യാപിപ്പിക്കുന്നത്. ഈ ആശയത്തെ വ്യാപിപ്പിക്കുന്നത് ബേസിക്കലി അതിനകത്ത് കൈറ മിൽക്ക് സൊസൈറ്റിക്ക് സുപ്രധാനമായിട്ടുള്ള റോളുണ്ട്, പങ്കുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? ഡോക്ടർ NC റൈറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കുക. ഒന്നുകൂടെ ഓർത്തു വയ്ക്കാം, ഡോക്ടർ NC റൈറ്റിന്റെ റെക്കമെൻഡേഷൻസ് എന്താണ് എന്ന് ചോദിക്കാം ഒരു പക്ഷേ. അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസ് പറയും പ്രധാനമായിട്ടും എന്താണ്? ഒരു വെൽ ഓർഗനൈസ്ഡ് ഡയറി ഇൻഡസ്ട്രി ചെയിൻ മാനേജ് ചെയ്യുക, കൊണ്ടുവരിക. അതുപോലെ അത് കൊണ്ടുവരുന്ന വഴി പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ ഫാമേഴ്സിന് എന്താ നല്ലൊരു മാർക്കറ്റും അതുപോലെ ഫെയർ പ്രൈസും കൊടുത്താൽ മാത്രമേ നമ്മുടെ ഡയറി ഡെവലപ്മെന്റ് സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസിൽ ഉണ്ടായിരുന്നത്. അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവർക്ക് ഫെയർ പ്രൈസ് കിട്ടത്തില്ല. ഫെയർ പ്രൈസ് കിട്ടത്തില്ലെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടം ശ്വസിച്ച് കടത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കർഷകർക്ക് ഉണ്ടാകും അല്ലേ. അതുണ്ടായാൽ എന്തുണ്ടാകത്തില്ല? ആ മേഖലയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകത്തില്ല, കൂടുതൽ ആൾക്കാർ വരത്തില്ല, കൂടുതൽ ഉൽപാദനം നടക്കത്തില്ല അല്ലെ. അതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം മക്കളെ? കൃത്യമായിട്ടുള്ള മാർക്കറ്റ് വേണം, കൃത്യമായിട്ടുള്ള ഫെയർ പ്രൈസും വേണം. അതായിരുന്നു ഡോക്ടർ NC റൈറ്റിന്റെ റെക്കമെൻഡേഷൻസ്. ഓക്കെയാണ് പറഞ്ഞത്. രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്നാരാണ് ഡോക്ടർ NC റൈറ്റ്, പിന്നെ ആരാണ്? മിസ്റ്റർ വില്യം സ്മിത്ത് അല്ലേ. വില്യം സ്മിത്തിന്റെ റെക്കമെൻഡേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു? അത് 1914 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന എന്താണ് അഗ്രികൾച്ചർ ബോർഡിന്റെ റെക്കമെൻഡേഷൻ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഫാമിൽ എന്തൊക്കെ നടപ്പിലാക്കി? സയന്റിഫിക് ബ്രീഡിംഗ് നടപ്പിലാക്കി, അതുപോലെ സയന്റിഫിക് ഫീഡിംഗ് നടപ്പിലാക്കി, അതുപോലെ മെയിൻ്റനൻസ് ആൻഡ് പ്യൂർ മിൽക്ക് പ്രൊഡക്ഷൻ നടപ്പിലാക്കി അല്ലേ. അദ്ദേഹം ആരായിരുന്നു? ഡയറി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഇംഗ്ലണ്ടിന്റെ തലവൻ, ഡയറക്ടർ ആയിരുന്നു അല്ലേ. അതുപോലെ അത് കഴിഞ്ഞ് ഡോക്ടർ NC റൈറ്റിന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇതിന്റെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് ആര്? ഡോക്ടർ NC റൈറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഡോക്ടർ NC റൈറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് റിലവൻസ് ഉള്ളതെന്ന് വെച്ചാൽ എന്താണ്? മിൽക്കിന്റെ മാർക്കറ്റിങ്ങും അതുപോലെ ഫെയർ പ്രൈസിംഗുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് റിലവൻസ് ഉള്ളത്. ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മളൊന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം. നോക്കാം. ഫോർമേഷൻ ഓഫ് ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള. കേരളത്തിലെ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ടായി? 1962 ഉണ്ടായി കേട്ടോ. എന്നാണ് 1962 ഉണ്ടായി. എന്നാണ് 1962 ഉണ്ടായി. എന്നാണ് 1962 ഉണ്ടായി. എന്നാണ് ഒന്നുറച്ച് പറഞ്ഞേ. 1962 1962 നമ്മുടെ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 1962 നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുമ്പോൾ ആരായിരുന്നു നമ്മുടെ മിനിസ്റ്റർ? ആരായിരുന്നു മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് അനിമൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മിസ്റ്റർ CP പൗലോസ് ആയിരുന്നു. മിസ്റ്റർ CP പൗലോസ് ആയിരുന്നു എന്താ ഫുഡ് ആൻഡ് അനിമൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ മിനിസ്റ്റർ എന്ന് പറയുന്നത്. അന്നത്തെ നമ്മുടെ ചീഫ് CM ആരാടാ? പട്ടം താണുപിള്ളയാണ് കേട്ടോ. പട്ടം താണുപിള്ളയായിരുന്നു അന്നത്തെ ആര്? നമ്മുടെ CM എന്ന് പറയുന്നത് പട്ടം താണുപിള്ള കേട്ടോ. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു എളുപ്പമുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പട്ടത്താണ് കേട്ടോ. ട്രിവാൻഡ്രം പട്ടത്താണ്. പട്ടം താണുപിള്ളയായിരുന്നു അന്നത്തെ ആര്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ CM എന്ന് പറയുന്നത് കേട്ടോ. അന്നത്തെ ഫുഡ് ആൻഡ് അനിമൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മന്ത്രിയായിരുന്നു മിസ്റ്റർ CP പൗലോസിന്റെയും അതുപോലെ പട്ടം താണുപിള്ളയുടെയും നേതൃത്വത്തിലാണ് 1962 നമ്മുടെ ഈ ഒരു സ്ഥാപനം വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇത് ഏതിന്റെ മോഡലിലാണ് വരുന്നതാടാ? എന്താണ്? 1940 ബോംബെയിൽ സ്ഥാപിക്കപ്പെട്ട ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മോഡലാണ് അന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് പട്ടത്താണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് എംപ്ലോയീസും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് N ബാലകൃഷ്ണ പിള്ളയാണ് ഡയറക്ടർ കേട്ടോ. N ബാലകൃഷ്ണ ഡയറക്ടർ ആയിട്ട് വന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ പോയിന്റ് നോക്കാം. അപ്പോൾ എന്താണ്? N ബാലകൃഷ്ണ പിള്ളയാണ് എന്ന് നമുക്ക് ഡയറക്ടർ, ആദ്യത്തെ ഡയറക്ടർ എന്തിന്റെ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആരാണ്? N ബാലകൃഷ്ണ പിള്ളയായിരുന്നു. അതുപോലെ ഡയറക്ടറേറ്റ് എവിടെയാണ്? തിരുവനന്തപുരത്തെ പട്ടത്താണ് എന്തിന്റെ ഡയറക്ടറേറ്റ് വരുന്നത് കേട്ടോ. തിരുവനന്തപുരത്തെ പട്ടത്ത്. അതിനോടൊപ്പം തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഓഫീസും അല്ലെ കുറച്ച് എംപ്ലോയീസും ഒക്കെ ആയിട്ട് പരിപാടി തുടങ്ങി. പിന്നെ അതിനുശേഷം ഡിസ്ട്രിക്ട് ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്ത് ജില്ലാ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളവും കോഴിക്കോടുമാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എറണാകുളവും കോഴിക്കോടും. ആദ്യത്തെ നമ്മുടെ ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത്, ജില്ലാ ഓഫീസ് തിരുവനന്തപുരത്ത്, അതിനുശേഷം എറണാകുളത്തും
എറണാകുളത്തും കോഴിക്കോടും എന്ത് സ്റ്റാർട്ട് ചെയ്തു? ജില്ലാ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിലെ ഡയറക്ടർ ആരാണ്? എൻ ബാലകൃഷ്ണപിള്ള ആയിരുന്നു കേട്ടോ, എൻ ബാലകൃഷ്ണപിള്ള. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ ചരിത്രം നോക്കുമ്പോഴത്തേക്ക് എന്താണ്? 962 പട്ടം താണുപിള്ള CM ആയിരിക്കുന്ന സമയത്ത് മിസ്റ്റർ CP പൗലോസ് ആയിരുന്നു അന്നത്തെ മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് അനിമൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് 940 ബോംബെയിൽ സ്ഥാപിക്കപ്പെട്ട ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മോഡലിലാണ് ഈ ഒരു സ്ഥാപനം അവർ തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ എന്തായിരുന്നു നമ്മുടെ ഡയറക്ടർ ആരായിരുന്നു? എൻ ബാലകൃഷ്ണപിള്ള ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരം പട്ടത്താണ്. അതുപോലെ നമുക്ക് ഫസ്റ്റ് ജില്ലാ ഓഫീസും തിരുവനന്തപുരത്താണ് വരുന്നത്. അതിനുശേഷം അടുത്ത ജില്ലാ ഓഫീസിൽ എറണാകുളവും കോഴിക്കോടും ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ലാംഗ്വേജ് ഏതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കാരണം മലയാളം എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ഭരണഭാഷയാണ്. നിങ്ങൾക്ക് മലയാളം അറിയാത്ത ആൾക്കാർ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയുന്നില്ല. ചില ആൾക്കാർ മലയാളത്തിൽ സംസാരിക്കാൻ ഫ്ലുവൻസി ഉണ്ടായിരിക്കും, എഴുതാൻ ഫ്ലുവൻസി ഇല്ലാത്ത ആൾക്കാർ ICSE കാരൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം. എന്തായാലും മലയാളത്തിൻ്റെ ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ഭാഷ മലയാളമാണ്. നമ്മളെ ഓർഡറുകളും ഉത്തരവുകളും ഒക്കെ റൈറ്റപ്പ് ചെയ്യേണ്ടത് മലയാളത്തിലാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ആ ഉത്തരം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ ഉത്തരം പറഞ്ഞാൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ലാംഗ്വേജ് അവർ ചോദിക്കും, മലയാളത്തിന് ഉത്തരം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, കാരണം ഇത് തന്നെയാണ് നമ്മുടെ ഭരണഭാഷ, ഭരണനിർവഹണത്തിൻ്റെ ഭാഷ മലയാളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ഞാൻ മലയാളത്തിൽ ചോദിക്കത്തുള്ളൂ. ഇവിടെ ചോദിക്കുന്നത് ഞാൻ മലയാളത്തിൽ ചോദിക്കത്തുള്ളൂ. വേണമെങ്കിൽ ഇംഗ്ലീഷ് ചോദിക്കാൻ കുഴപ്പമില്ല, പക്ഷേ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, നോക്കാം എന്താണ് പട്ടം താണുപിള്ള നമ്മുടെ CM ആയിരുന്ന സമയത്ത് മിസ്റ്റർ CP പൗലോസ് ആയിരുന്നു എന്ത് മന്ത്രി? നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് അനിമൽ പ്രൊട്ടക്ഷൻ വകുപ്പിന്റെ മന്ത്രി ആരായിരുന്നു? മിസ്റ്റർ CP പൗലോസ് ആയിരുന്നു. 940 ഉള്ള നമ്മുടെ ബോംബെയിൽ വന്ന ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മാതൃകയിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. തുടക്കത്തിലെ ഡയറക്ടർ ആരാണ്? എൻ ബാലകൃഷ്ണപിള്ളയാണ്. ആദ്യത്തെ ജില്ലാ ഓഫീസും ഡയറക്ടറേറ്റും തിരുവനന്തപുരത്താണ്. പിന്നെ എറണാകുളത്തും കോഴിക്കോടും ഡയറക്ടറേറ്റുകൾ വന്നു. നോക്കാം. അപ്പോൾ 962 നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയറി ഡെവലപ്മെന്റ് കേരളത്തിൽ സ്ഥാപിതമാകുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. നോക്കൂ മക്കളെ, 965 സുപ്രധാനമായിട്ടുള്ള ടേൺ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നു. NDDB സ്ഥാപിതമാകുന്നു അല്ലേ? 1965 NDDBയുടെ ക്ലാസ് വിശദമായിട്ട് നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. NDDB ക്ലാസ്സുകൾ കാണുക കേട്ടോ. 1965 NDDB വരുന്നു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നു അല്ലേ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നു. അതിനുശേഷം വർഗീസ് കുര്യൻ വരുന്നു. ചരിത്രം വഴിമാറുന്നു അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ടുള്ള ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നു 970 അല്ലേ? ജനുവരി 13 1970 ജനുവരി 13 ചരിത്രം കണ്ട ഏറ്റവും വലിയ, ലോകം കണ്ട ഏറ്റവും വലിയ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു ജനുവരി 13. ഈ ഒരു ഇത് മറക്കരുത് കേട്ടോ, ഇത് മറക്കരുത്. അദ്ദേഹത്തിന്റെ നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യന്റെ ലീഡർഷിപ്പിൽ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റമാണ് ഇതിന് ശേഷം ഉണ്ടായി വരുന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് സമയം നിങ്ങൾ മറന്നു പോലെ കേട്ടോ. 965 NDDB സ്ഥാപിതമാകുന്നു. 962 കേരളത്തിലെ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതം എൻ ബാലകൃഷ്ണപിള്ളയുടെ ഡയറക്ടർഷിപ്പിൽ അല്ലേ? അപ്പോൾ 965 NDDB വരുന്നു. അതിനുശേഷം 970 ജനുവരി 13 എന്ന് സംഭവിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് പ്രഖ്യാപിക്കുന്നു. ഇത് മറന്നു പോകരുത്. ലോകം കണ്ട ദ ലാർജസ്റ്റ് ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ട് മാറുന്നു ഓപ്പറേഷൻ ഫ്ലഡ് അല്ലേ? ഓപ്പറേഷൻ ഫ്ലഡ്, ധവള വിപ്ലവം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ് വിശദമായിട്ട് നിങ്ങൾ കാണണം. കാരണം ഞാൻ ഇവിടെ അധികം എടുക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് വിശദമായിട്ട് വേറെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ടോപ്പിക്കിൽ എടുത്തു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസിനെ അതിജീവിച്ചുകൊണ്ട് അവരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ നമ്പർ 1 പാൽ ഉൽപാദന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നിലെന്താണ്ട ഓപ്പറേഷൻ ഫ്ലഡ് അല്ലേ? ഓപ്പറേഷൻ ഫ്ലഡ് 970 ജനുവരി 13 ലോഞ്ച് ചെയ്ത ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പോൾ ആരാണ് നമ്മുടെ ധവള വിപ്ലവത്തിന്റെ പിതാവ്? ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് അല്ലേ? ഡോക്ടർ വർഗീസ് കുര്യൻ. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താ ഉണ്ടായത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇൻ 1972 കാറ്റിൽ ഇംപ്രൂവ്മെന്റ് അസിസ്റ്റൻസ് വെയർ അപ്പോയിന്റഡ് ഇൻ 1000 പഞ്ചായത്ത് അല്ലേ? 1000 പഞ്ചായത്തുകളിൽ CIAമാരെ അപ്പോയിന്റ് ചെയ്തു. ആരാ CIAമാര്? ഇപ്പോൾ നിലവിൽ CIAമാരില്ല. നിലവിൽ ഇത്രയേ ഉള്ളൂ. ശാസ്ത്രീയമായിട്ടുള്ള പ്രജനന പരിപാടികളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുക? ക്യാപിറ്റൽ ഇംപ്രൂവ്മെന്റ് അസിസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും കൃത്രിമ ബീജാധാനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. കൃത്രിമ ബീജാധാനമൊക്കെ എന്ന് വന്നു എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് ക്ലാസ്സിലുണ്ട്.
അപ്പോൾ ഇവിടെ 972 സുപ്രധാനമായിട്ടുള്ള മാറ്റം 1000 പഞ്ചായത്തുകളിൽ പരിശീലനം നേടിയ ക്യാറ്റിൽ ഇംപ്രൂവ്മെന്റ് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. അതുപോലെ 250 ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. അല്ലെ, 972 280 ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരെ നമ്മൾ നിയമിക്കുന്നു. അതിലൊരാളാവും പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പോൾ 250 ഉള്ളോ? അങ്ങനെയല്ല മക്കളെ. നമുക്ക് എന്താണ് അതിന്റെ പ്രൊമോഷൻ തസ്തിക എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ വേക്കൻസി വരുന്നത്. വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം 200 മുകളിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. കാരണം കുറേ NJD വന്നിട്ടുള്ള ഇപ്പോഴും NJD വരും. കാര്യം നമുക്ക് ഈ സയന്റിഫിക് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളുടെ എല്ലാം റിസൾട്ട് വന്ന് കിടക്കുന്നതുകൊണ്ട് കുറേ പേര് നിങ്ങൾക്ക് അറിയാം, കോമൺ ആയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ HSST-യിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ അഡ്വൈസ് മേടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? NJD ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ആദ്യത്തെ 100 റാങ്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉറപ്പാണ്, ജോലി ഉറപ്പാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇന്റർവ്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക? പെർഫോം ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ വരുന്ന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ലിസ്റ്റ് ആയിരിക്കും. പണ്ടത്തെ പോലെ വലിയ ലിസ്റ്റ് അല്ല, ചെറിയ ലിസ്റ്റ് ആകുമ്പോഴത്തേക്കും ലിസ്റ്റ് ഏകദേശം തീർന്നു പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ എപ്പോഴും ഉള്ളത്. അപ്പോൾ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാ പേരും എന്ത് ചെയ്യുക? ഇന്റർവ്യൂവിന് പഠിക്കുക. ഇന്റർവ്യൂവിൽ 1 മാർക്ക് അധികം സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് ഓവർ കോൺഫിഡൻസ് വേണം. ഓവർ കോൺഫിഡൻറ്റ് ആവരുത്. നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കമ്പോസറോട് കൂടി അവരെ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഉറപ്പായിട്ട് ഐ കോൺടാക്റ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ കോൺടാക്ട് വളരെ വളരെ എന്ന് പറഞ്ഞാൽ കണ്ണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പോയി ബൾബ് തുറന്നു വെച്ചുകൊണ്ട് അങ്ങനെയല്ല. ഐ കോൺടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, ഞാൻ ക്യാമറയിൽ നോക്കിയാൽ സംസാരിക്കുന്നത്. ദാറ്റ് മേക്സ് ആൻ ഐ കോൺടാക്ട്. അതുകൊണ്ടാണ് എനിക്കൊന്ന് പലപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കാണുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ കറക്റ്റ് തോന്നാറില്ലേ? അതുപോലെ ഐ കോൺടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങണം. പ്രാക്ടീസ് തുടങ്ങാൻ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റണം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എഴുതി കൊടുത്ത പെർഫോമിലുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ പറയാൻ വേണ്ടി ശ്രമിക്കണം. മനസ്സിലായോ? അതായത് പലപ്പോഴും അവരത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തുടങ്ങുന്നത് മൈ നെയിം ഈസ് ശ്യാം, ഐ ആം കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം. മനസ്സിലായ? ഐ പർസ്യൂ. അപ്പോൾ അതും പറയണം. അതിനോടൊപ്പം നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ ഡ്രീം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി ഒത്തിരി അതിനുവേണ്ടി ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്നാൽ കൂടിയും ക്ലാസ്സിൽ ഒതുങ്ങി നിൽക്കത്തില്ല മക്കളെ. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കണ്ണാടിയിൽ മുന്നിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന്, മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നിങ്ങൾ ഐ കോൺടാക്റ്റോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം അല്ലെങ്കിൽ എപ്പോഴും പരിചയമില്ലാത്ത പല ആൾക്കാരും പല ടൈപ്പായിരിക്കും. ഞാനാണെങ്കിൽ ഭയങ്കര സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നു, ഇപ്പോഴും ആണ്. പക്ഷേ മനസ്സിൽ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം സംഘർഷം നടന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പുറമേ വരുന്നത് വളരെ കുറച്ച് മാത്രമേ വരത്തുള്ളൂ. ഇപ്പോഴും ഒരു ഫ്രഷ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അത്ര അധികം പോയി എല്ലാവരോടും സംസാരിക്കാനോ അതിനൊന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും ഇല്ല. കഴിഞ്ഞ ദിവസം വൈഫിൻ്റെ കുടുംബത്തിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴും ഞാൻ ഒരു സൈഡിലേക്ക് നിൽക്കും, ഓക്കെ സംസാരിച്ചു, ഓക്കെ. അതും എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉൾവലിവ് ഉണ്ടായിരിക്കും. അത് പുറത്ത് കാണിക്കാതിരിക്കലാണ് നമ്മളെ മിടുക്ക്. മനസ്സിലായില്ലേ? നമ്മളെ മിടുക്ക് നമുക്കത് പതുക്കെ പറ്റത്തുള്ളൂ. ചില ആൾക്കാർക്ക് പതുക്കെ എക്സ്പീരിയൻസിൽ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയെ മുന്നിൽ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എടുത്ത് സംസാരിക്കുക. അപ്പോൾ സംസാരിക്കാനുള്ള ഗുണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തരും. മാത്സ് ആയിരിക്കണം നിർബന്ധമില്ല. ഏതെങ്കിലും റിയൽ ലൈഫ് പ്രോബ്ലത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് തരാണെന്ന് വെച്ചോ. സിവിൽ സർവീസ് എക്സാമിനേഷൻ മിക്കവാറും സാധാരണ വരുന്ന ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ മെയിൻസ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വരുവാനാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി UPSCയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു വലിയ ആക്സിഡൻറ്റ് കാണുന്നു. ഈ ആക്സിഡൻറ്റിൽ പെട്ടുകിടക്കുന്ന വ്യക്തി വളരെയധികം മൃതപ്രായനാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഇതായിരിക്കും ഒരു ചോദ്യം. സപ്പോസ് ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ, ഒരു ചോദ്യം. അപ്പോഴത്തേക്കും നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യുക. ഞാൻ ഇവിടെ ഇതിങ്ങനെ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. സാധാരണ ഒരാൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലിയൊക്കെ കളഞ്ഞ് എൻ്റെ സ്വപ്നമെല്ലാം കളഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കുമെന്നൊക്കെ പറയും. അതായിരിക്കില്ല അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്. നല്ലൊരു ഇൻ്റർവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കില്ല പ്രതീക്ഷിക്കുന്ന ഉത്തരം. വളരെ എന്താ പറയുക, വളരെ ഇൻ ബിറ്റ്വീൻ. നമുക്ക് നിങ്ങളെ സ്വപ്നം നിങ്ങളത് ചെയ്യുമോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുമോ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളത് ചെയ്യുമോ? ചെയ്യില്ല നമ്മൾ, അല്ലേ? പക്ഷെ നമ്മൾ അവിടെ കയറി നുണ പറയാൻ പോകരുത്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആലോചിച്ച് ഉത്തരം പറയണം. മനസ്സിലായി? അങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തരാം. അതൊക്കെ ഹയർ ലെവൽ ഇൻ്റർവ്യൂസിലാണ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ തരുന്നത്. ഇതിൽ അങ്ങനെ വരുമോയെന്ന് എനിക്കറിയത്തില്ല. വാട്ട് എവർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കുമോ
എന്തായാലും ഈ വാട്ട് എവർ ബി ദ ക്വസ്റ്റ്യൻസ് വി മസ്റ്റ് കൺവിൻസ് ഹിം. മനസ്സിലായ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളിനെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും എന്ത് ചോദ്യമോ ആയിക്കോട്ടെ, അതിൻ്റെ ഉത്തരം എന്തോ ആയിക്കോട്ടെ, നമ്മൾ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരം ഞാൻ അയാളെ തിരിഞ്ഞു പോലും നോക്കത്തില്ല സാർ. ഓക്കെ, അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് ആ ഒരു ജീവന് വിലയില്ലേ? നിങ്ങളുടെ സ്വപ്നത്തിനാണോ ഒരു ജീവനാണോ വില? അപ്പോൾ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കൺവിൻസ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന മറുപടി പറഞ്ഞാൽ വി ക്യാൻ കൺവിൻസ് ഹിം. മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്. ഒന്ന് ആലോചിക്കുക കേട്ടോ. ആലോചിച്ച് നിങ്ങൾ അതേപോലെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. ഓക്കെ, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഇഷ്ടംപോലെ മോക്ക് ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കിട്ടും. അപ്പോൾ ഈ മോക്ക് ഇൻ്റർവ്യൂസ് കണ്ടു നോക്കുന്നത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവരെ മാനേഴ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മാത്രമല്ല രണ്ടാമതൊരു കാര്യം എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ ഇൻ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആദ്യത്തെ വെയിറ്റിംഗ് റൂമിലെ വാച്ച് ചെയ്യുന്ന ആളുണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത്, ആ വെയിറ്റിംഗ് റൂമിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെ വാച്ച് ചെയ്യണം, മറ്റൊരാളും കാണാത്ത സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെ വാച്ച് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. നമ്മളെ ശരിക്കുള്ള സ്വഭാവം എപ്പോഴാണ് കാണിക്കുന്നത്? നമ്മുടെ വീട്ടിലാണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിലാണ്, നമ്മൾ ആരും ഇല്ലെന്ന് നമ്മൾ നമുക്കുള്ള ശരിക്കുള്ള സ്വഭാവം കാണിക്കുമല്ലേ. എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ പറയുന്നില്ല, ഭയങ്കര മോശമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ശരിക്കുള്ള സ്വഭാവം നമ്മൾ കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒത്തിരി വീഡിയോസൊക്കെ യൂട്യൂബിൽ കിട്ടും. ഇവിടെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ തരും, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം തരും. എന്നാൽ കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ശീലിക്കുക കേട്ടോ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്? 1972 ക്യാറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് അസിസ്റ്റൻസിനെ നിയമിച്ചു അല്ലേ. ക്യാറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് അസിസ്റ്റൻസ് വളരെ സുപ്രധാനമായിട്ടുള്ള മാറ്റമാണ് ഈ 1972 ഉണ്ടായത്. അതായത് മിൽക്ക് പ്രൊഡക്ഷന് ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന ഒരു അപ്രോച്ച് അല്ലേ. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രേഡഡ് സിന്തീസ് ആണ് നമുക്കറിയാം. ഗ്രേഡഡ് സിന്തീസ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ എന്താണ്, നമ്മുടെ നാട്ടിലുള്ള നാടൻ പശുവിനെ എന്ത് ചെയ്തു, ഗ്രേഡിങ് അപ്പ് ചെയ്തു എന്നുള്ളതാണ്. അത് അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് തലമുറകൾ എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഈ പറഞ്ഞ ഗ്രേഡഡ് സിന്തീസിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു എന്നുള്ളതാണ്. മിൽക്ക് പ്രൊഡക്ഷനുള്ള ഇൻക്രിമെന്റ് വളരെ സ്ലോ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് വന്നത്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ 50% ബ്രീഡിംഗ് പോളിസി കൊണ്ടുവരുന്നത്. ഇപ്പോഴും നമ്മുടെ ബ്രീഡിംഗ് പോളിസി എന്താണെന്ന് നിങ്ങളുടെ ചോദിച്ചാൽ ഉത്തരം പറയണം. 50% എക്സോട്ടിക് ബ്ലഡ് ആണ് ഇപ്പോഴും നമ്മുടെ ബ്രീഡിംഗ് പോളിസി എന്ന് പറയുന്നത്. അതിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല, 50% ആണ്. ഇതിനിടയ്ക്ക് തുടക്കത്തിൽ 75 നിന്നിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. 50% എക്സോട്ടിക് ബ്ലഡ് ആണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ബ്രീഡിംഗ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രീഡിംഗ് പോളിസി പ്രകാരം എന്താ ചെയ്യേണ്ടിയിരുന്നത്? പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മുന്തിയ ഇനം അല്ലെങ്കിൽ വിദേശ ജനസുകളുടെ ബ്രീഡ് അവയെ ഉപയോഗിച്ച് നമ്മുടെ ലോക്കൽ ക്യാറ്റിൽ ഉണ്ടാക്കിയ ക്രോസ് ബ്രീഡിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനം തരാൻ ശേഷിയുണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട പ്രോവൻ ബുൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അറിയില്ലെങ്കിൽ ക്ലാസ് കാണാം. പ്രോവൻ ബുൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള പ്രോവൻ ബുള്ളിനെ പ്രോജനി ടെസ്റ്റിങ്ങിലൂടെ പ്രൂവ് ചെയ്ത ബുൾസിന്റെ സെമൻ എന്ത് ചെയ്തു, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള യൂസിന് കൊടുത്തു. എവിടെ? നമ്മുടെ കേരളത്തിൽ. അങ്ങനെ കേരളത്തിൽ ഈ സെമൻ മാത്രം കൊണ്ടു കൊടുത്താൽ നമ്മുടെ സാധാരണക്കാരെ കർഷകർക്ക് കൃത്രിമബീജാധാനം ചെയ്യാൻ അറിയാമോ? അറിയില്ല. അതിനുവേണ്ടി ആര് വന്നു? ക്യാറ്റിൽ ഇംപ്രൂവ്മെന്റ് അസിസ്റ്റൻസ് വന്നു. അപ്പോൾ നോക്ക്, 1000 പഞ്ചായത്തുകളിൽ അല്ലേ സുപ്രധാനമായ മാറ്റം. നോക്ക, വളരെ വലിയൊരു ബൂമാണ് മിൽക്ക് പ്രൊഡക്ഷനിൽ അതുമൂലം ഉണ്ടായത്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അതിനോടൊപ്പം 250 ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരെയും 144 ഡയറി ഡെവലപ്മെന്റ് ബ്ലോക്കുകളിലായിട്ട് നിയമിക്കുന്നുള്ളതാണ്. ഓക്കെ, 972 സുപ്രധാനമായ നാഴികക്കല്ല്. ഇനി നമുക്ക് നോക്കാം മറ്റുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്. അട്ടപ്പാടി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കേരളത്തിലുണ്ടായിരുന്ന അട്ടപ്പാടി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇതിന്റെ കീഴിൽ വരുന്നതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നത് സിൽവി പാസ്റ്റർ കം ലൈഫ് സ്റ്റോക്ക് പ്രൊട്ടക്ഷൻ സ്കീം സ്റ്റാർട്ടഡ് വയനാട് ഡിസ്ട്രിക്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സസ്റ്റെയിൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. സസ്റ്റെയിൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ഈ കാടിനകത്ത് തന്നെ ഇതുപോലെ പാസർ ലാൻഡ് ജനറേറ്റ് ചെയ്തുള്ള പ്രോഗ്രാം ആയിരുന്നു. ഈ 2 പ്രോഗ്രാമാണ് തുടക്കത്തിൽ 972 ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അട്ടപ്പാടി ഡെവലപ്മെന്റ് പ്രോഗ്രാമും സിൽവി പാസ്റ്റർ കം ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് സ്കീം അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ സ്കീം എവിടെ വന്നത്? വയനാട് ഡിസ്ട്രിക്റ്റിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അവസാനം എല്ലാം കൂടെ ഞാനൊരു നട്ഷല്ലായി പറയുന്നുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എല്ലാം പറയുന്നുണ്ട്. ആ മൈൽ സ്റ്റോൺ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നോക്കാം. ഇൻ 1980 ട്രിവാൻഡ്രം റീജിയൻ യൂണിയൻ ആൻഡ് എറണാകുളം റീജിയൻ യൂണിയൻ വെയർ രജിസ്റ്റേർഡ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് 1980 നമ്മുടെ RCMPUകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ RCMPUകളുടെ മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വരുന്നത് 1980.
അപ്പോൾ എന്താ RCMBുകൾ? റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. RCMBന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര RCMB ഉണ്ടാ? ഏതൊക്കെ TRCMB ഉണ്ട്, ERCM ഉണ്ട്, M ഉണ്ട് അല്ലേ, മലബാർ ഉണ്ട്. മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉണ്ട്, അതുപോലെ ട്രിവാൻഡ്രം യൂണിയൻ ഉണ്ട്, എറണാകുളം യൂണിയൻ ഉണ്ട്. അപ്പോൾ 1980 ഈ TRCMBയും ERCMBയും എന്തിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ കീഴിൽ എന്തുണ്ട്? പ്രൈമറി ഉണ്ടല്ലേ, ആപ്കോസ് ഉണ്ടല്ലേ, ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അവയുടെ റീജിയണൽ യൂണിയൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ മുകളിൽ ആരുണ്ട്? മിൽമയുണ്ട്. അപ്പോൾ മിൽമയാണ് നമ്മുടെ കേരളത്തിലെ അപ്പെക്സ് സ്ഥാപനം. ഓക്കെ, അപ്പോൾ ആ കാര്യം മറന്നു പോകരുത്. ഓക്കെ, അതിന്റെ ക്ലാസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ ആപ്പിൽ കയറി അതാത് ക്ലാസ്സുകൾ കാണുക കേട്ടോ. അതുപോലെ ഹൺഡ്രഡ്സ് ഓഫ് ഡയറി സൊസൈറ്റീസ് വെയർ ഫോംഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ പീരീഡിൽ 100 കണക്കിന് ഡയറി സൊസൈറ്റീസ് ഫോം ചെയ്തു എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സുപ്രധാനമായ മാറ്റങ്ങൾ വരുന്നു. ഏതൊക്കെയാണ്? 72-ൽ കാറ്റിൽ ഇംപ്രൂവ്മെന്റ് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. അതുപോലെ 250 ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു അല്ലേ. അതുപോലെ അട്ടപ്പാടി ഡെവലപ്മെന്റ് പ്രോഗ്രാമും സിവിക് പാസ്റ്റർക്കം ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ സ്കീമും വയനാട് ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അതുപോലെ 1980-ൽ TRCMBയും ERCMBയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളിൽ വരുന്നു. ഓക്കെ, അതുപോലെ ആ സമയത്ത് 100 കണക്കിന് സൊസൈറ്റീസ് രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളത്. അതുപോലെ 1983-ൽ ട്രെയിനിങ് സെന്റർ വാസ് സ്റ്റാർട്ടഡ് ഇൻ കോഴിക്കോട് ബേപ്പൂർ കേട്ടോ. പ്രധാനപ്പെട്ട ട്രെയിനിങ് സെന്ററുകളെല്ലാം ഞാൻ ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. 1983-ൽ ആദ്യത്തെ ട്രെയിനിങ് സെന്റർ, ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ആദ്യത്തെ ട്രെയിനിങ് സെന്റർ 1983 വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം തിരുവനന്തപുരം പട്ടം പാലസിൽ ഒരെണ്ണം വന്നു, കോട്ടയം ഇരയിലക്കടവിൽ ഒരു സംഭവം വന്നു, അതുപോലെ പാലക്കാട് ആലത്തൂരിൽ ഒരു ട്രെയിനിങ് സെന്റർ വന്നു, പിന്നെ ഓച്ചിറ കൊല്ലം. അപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ 5 ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഇനി അമ്മകണ്ഠകരയിൽ, പത്തനംതിട്ടയിൽ അമ്മകണ്ഠകരയിൽ ഒരു ഡയറി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ട്രെയിനിങ് സെന്ററുകളുടെ പേരുകളെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു പോകണം കേട്ടോ. ഏതൊക്കെയാണ്? 83-ൽ സുപ്രധാനമായ മാറ്റം. ആദ്യത്തെ ട്രെയിനിങ് സെന്റർ കോഴിക്കോട് ബേപ്പൂരിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം പട്ടം പാലസ് അല്ലേ, അതുപോലെ കോട്ടയം ഇരയിലക്കടവ്, അതുപോലെ പാലക്കാട് ആലത്തൂർ, അതുപോലെ കൊല്ലം ഓച്ചിറ, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ ഡയറി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ എവിടെ വരുന്നു? പത്തനംതിട്ടയിൽ വരുന്നു, സ്ഥലം അമ്മകണ്ഠകര. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നോക്കുക, ഇൻ 1996 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയറി ഡെവലപ്മെന്റ് വാസ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി കൺട്രോൾ ഓഫ് ദ ഡയറി കോപ്പറേറ്റീവ് നെറ്റ്വർക്ക് കംപ്രൈസിംഗ് ദ സ്റ്റേറ്റ് ഫെഡറേഷൻ റീജിയണൽ യൂണിയൻസ് ആൻഡ് പ്രൈമറി ഡയറി സൊസൈറ്റീസ്. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? 2 ട്രിവാൻഡ്രം യൂണിയനും അതുപോലെ എറണാകുളം യൂണിയനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നാണ് പഠിച്ചത്. വർഷം പറയടാ എന്നാണ്? 1980 അല്ലേ. അത് കഴിഞ്ഞിട്ട് 1996-ലാണ് നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കൺട്രോൾ നിയമപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം, അതായത് അവിടെ എന്താണ് ഇലക്ഷൻ അടക്കം അല്ല, ഇലക്ഷൻ തൊട്ട് ഒടുക്കം വരെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കൺട്രോൾ കിട്ടുന്ന ഒന്നാണ് 1996-ലാണ് അല്ലേ. നിങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ ഡയറി കോപ്പറേറ്റീവ്സിന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടക്ട് ചെയ്യേണ്ട ആളും അതുപോലെ പ്രിസൈഡിംഗ് ഓഫീസറും ഒക്കെ നിങ്ങളാണ് കേട്ടോ. വളരെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. ട്രെയിനിങ് ഉണ്ടായിരിക്കും, അടിപൊളിയായിരിക്കും അത്. ഓക്കെ, അല്ലെ. ഇപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇൻ 1996 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയറി ഡെവലപ്മെന്റ് വാസ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി കൺട്രോൾ ഓഫ് ദ ഡയറി കോപ്പറേറ്റീവ്സ് നെറ്റ്വർക്ക്. ഡയറി കോപ്പറേറ്റീവ് നെറ്റ്വർക്കിൽ എന്തൊക്കെ ഉൾപ്പെട്ടു വന്ന്? സ്റ്റേറ്റ് ഫെഡറേഷൻ ഉൾപ്പെട്ടു അല്ലേ, നമ്മുടെ മിൽമ അപ്പെക്സ് ബോഡി ആയിട്ടുള്ള മിൽമ ഉൾപ്പെട്ടു, അതുപോലെ റീജിയണൽ യൂണിയൻസ് ഉൾപ്പെട്ടു, അതുപോലെ പ്രൈമറി ഡയറി സൊസൈറ്റീസ് ഉൾപ്പെട്ടു അല്ലേ. ഈ പ്രൈമറി ഡയറി സൊസൈറ്റീസ് അടക്കമുള്ള നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിന്റെ സ്റ്റാറ്റ്യൂട്ടറി കൺട്രോൾ എന്നാണ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയെന്ന് വെച്ചാൽ എന്താണ്? 1996-ലാണെന്നുള്ള കാര്യം നമ്മൾ വളരെ ക്ലിയർ കട്ടായിട്ട് പറയുക, ഒരു സംശയമില്ലാതെ പറയാം. അതുപോലെ എത്ര ട്രെയിനിങ് സെന്റർ ഉണ്ടെന്ന് വെച്ചാൽ 5 ട്രെയിനിങ് സെന്ററും ഒരു ഡയറി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററും ഉണ്ട്. അത് പത്തനംതിട്ടയിലാണ്. അതുപോലെ എവിടെയൊക്കെയാണ് ഉള്ളത്? കോഴിക്കോട്, കോട്ടയം, ആലത്തൂർ, കൊല്ലം അല്ലേ. കോഴിക്കോട്, കോട്ടയം, പാലക്കാട്, കൊല്ലം. കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, കൊല്ലം. ഇത്രയാണ് സ്ഥലം. പറഞ്ഞാൽ എന്തൊക്കെയാണ്? ബേപ്പൂര്, ഇരയിലക്കടവ്, ആലത്തൂർ, ഓച്ചിറ അല്ലേ. ഇത്രയും കാര്യങ്ങൾ. ട്രിവാൻഡ്രം പട്ടം പാലസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പഠിച്ച് പോകണം. ഓക്കെയാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്കാം. ദ കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. അപ്പോൾ നമ്മുടെ മറ്റൊരു ഡ്യൂട്ടിയാണ് എന്താ? കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന അപേക്ഷകളുടെ വെരിഫിക്കേഷൻ ഓഫീസറാണ് നിങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപേക്ഷകൾ കൃത്യമായിട്ട് അത് എന്താണ് സാധുവായിട്ടുള്ള അപേക്ഷകളാണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ നിങ്ങളാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് എന്നാണ് സ്ഥാപിതമാകുന്നത്? 5/1/2006. അത് സുപ്രധാനമായിട്ടുള്ള മൈൽ സ്റ്റോൺ ആണ് ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡാണ് എന്ത്? നമ്മുടെ കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. 2006 അല്ലെ, 5/1/2006 ഇത് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക.
ഓക്കെ, അത് സുപ്രധാനമായിട്ടുള്ളൊരു വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു വെൽഫെയർ ഫണ്ട് ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? എന്താണ്, നമുക്ക് ഈ ഡയറി ഫാമേഴ്സിൽ നിന്നും അവർ ഇത് കളക്ട് ചെയ്യും, നമ്മുടെ മാസപ്പടി കളക്ട് ചെയ്യും. മാസപ്പടി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വെൽഫെയർ ഇല്ലടാ, വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളുണ്ട്. ESI സ്കീമൊക്കെ ഉണ്ട്, ESI സ്കീമുണ്ട്, അതുപോലെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ സ്കീമാണത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു പക്ഷേ മരണാനന്തര സഹായമോ വിവാഹധന സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സയ്ക്കുള്ള ധനസഹായമോ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് പ്രീമിയം അടയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയം അടച്ച് നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു എന്ത് കിട്ടും, ഒരു തുക സഹായം അവിടെ നിന്ന് കിട്ടും അല്ലേ. അതാണ് എന്ത്, കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എന്താണ് വിച്ച് കെയിം ഇൻ എക്സിസ്റ്റൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ശ്രദ്ധിക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡാണ് കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. 2006 5/1/2006 ഈ സ്ഥാപനം വരുന്നു. ഓക്കെ, അതുപോലെ അതുപോലെ നോളജ് ഡിസമിനേഷൻ പ്രോഗ്രാംസ് തുടക്കത്തിലെ എന്താണ് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും. ഇപ്പോഴും അതുകൊണ്ട് നിങ്ങൾ ട്രെയിനിങ് ഒക്കെ എടുക്കാൻ, ഒരുപക്ഷെ ഞാനിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ഒരുപാട് കർഷകരുടെ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ട വ്യക്തിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, നോളജ് ഡിസമിനേഷൻ പ്രോഗ്രാംസ് വിച്ച് വെയർ വൺ ഓഫ് ദ മെയിൻ ടാസ്ക് ഓഫ് ദ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ബീൻ ഹാൻഡിൽഡ് വിത്ത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ ഡേറ്റ്. ഇന്ന് വരെ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ജോലിയാണത്. എന്താണ്, നോളജ് ഡിസമിനേഷൻ പ്രോഗ്രാംസ്, നോളജ് വിജ്ഞാപന വ്യാപന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വർക്ക് എന്ന് പറയുന്ന കാര്യം കേട്ടോ, എക്സ്റ്റൻഷൻ വർക്ക്. അതുപോലെ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ വിശദമായിട്ട് നമ്മൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ഹാസ് ബീൻ അക്സെപ്റ്റഡ് ആസ് ദ ഡിക്ലെയർഡ് ഗോൾ ഓഫ് ദ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രം ദ വെരി ബിഗിനിങ്. തുടക്കം തൊട്ടേ നമ്മുടെ ഗോള് എന്തിന്റെ, ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡിക്ലെയർഡ് പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് കൊണ്ടു നടന്ന എന്താണ്, ഇപ്പോഴും അതാണ്. എന്താണ്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. ഓക്കെ, അതിനോടൊപ്പം എന്താണ്, മിൽക്ക് ക്ലീൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ പ്രവർത്തിക്കുന്നത്, സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ ലാബ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ലാബുകളുടെ എണ്ണവും കണക്കൊക്കെ പിന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം അതിന് പ്രത്യേകം ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ലാബുകളിൽ നിശ്ചിത ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പരിശോധിക്കാൻ പറ്റും, മിൽക്ക് പരിശോധിക്കാൻ പറ്റും, അതുപോലെ ഫീഡിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പറ്റും, ഫോഡറിന്റെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പരിശോധിക്കാൻ പറ്റും അല്ലേ. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് പ്രധാനപ്പെട്ട സ്കീമുകൾ എന്തൊക്കെയാണ്, മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് സ്കീം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഡയറി ഗ്രൂപ്പ്സ്, ഫോഡർ ഫാമിംഗ് സ്കീം ഓൺ കൊമേഴ്ഷ്യൽ ബേസ്, അതുപോലെ ഫോഡർ സബ്സിഡി ആൻഡ് മിൽക്ക് ഇൻസെന്റീവ്. അപ്പോൾ ഈ സ്കീമുകളെ കുറിച്ചും വേറെ ക്ലാസ് ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് പ്രധാനപ്പെട്ട സ്കീമുകൾ ഇവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. എന്തൊക്കെയാണ്, മിൽക്ക് ഇൻസെന്റീവ്, പാൽ സബ്സിഡി, അതുപോലെ തീറ്റ സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി എന്ന സംഭവമാണ്. അത് ശരിക്കും മിൽക്ക് ഇൻസെന്റീവിനാണ് നമ്മൾ കാലിത്തീറ്റ സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫോഡർ സബ്സിഡി, ഫോഡർ ഡെവലപ്മെന്റിന് വേണ്ടി സബ്സിഡൈസ്ഡ് നിരക്കിൽ ഈ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അതുപോലെ എന്താണ്, ഫോഡർ ഫാമിംഗ് സ്കീം ഓൺ കൊമേഴ്ഷ്യൽ ബേസിസ്. ഫോഡർ ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഫോഡറിന്റെ അവൈലബിലിറ്റി ഇല്ലായ്മയാണ്. അതായത് ഗുഡ് ക്വാളിറ്റി ഫോഡർ ഇല്ലായ്മ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പണ്ട് കാലത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്റ്റേപ്പിൾ ഫീഡ് എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ കന്നുകാലി വളർത്തൽ സ്റ്റേപ്പിൾ ഫീഡ് എന്നറിയപ്പെടുന്നത് വേറെ ഒന്നുമല്ല. ചോദിച്ച ഉത്തരം നിങ്ങൾ ഡയറക്റ്റ് എഴുതിക്കുക. എന്താണ്, പാഡി സ്ട്രോ ആണ് കേട്ടോ. പാഡി സ്ട്രോ ആണ് നമ്മുടെ കേരളത്തിലെ കന്നുകാലിയുടെ സ്റ്റേപ്പിൾ ഫീഡ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് കാര്യം. പക്ഷേ എന്താണ്, അതിൽ TDN ഏകദേശം 40% മാത്രമേ ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് ഉള്ളൂ അല്ലേ. ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസിന് 40% മാത്രമേ, വളരെ വളരെ കുറവാണ്. പിന്നെ അതിൽ യൂറിയ എൻറിച്ച്മെന്റ് പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ അതിൻ്റെ TDN വർദ്ധിപ്പിക്കാൻ പറ്റും. DCP ഒക്കെ വർദ്ധിപ്പിക്കാൻ വലിയ പാടാണ്. കാരണം പാഡി സ്ട്രോ എന്ന് പറയുമ്പോൾ പാഡി മാത്രമല്ല, എന്തിൻ്റെ ആണെങ്കിലും സ്ട്രോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അഗ്രികൾച്ചറൽ ബൈ പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല ലിഗ്നിഫൈഡ് കണ്ടന്റ് ആയിരിക്കും അതിനകത്തുള്ളത് അല്ലേ. നമുക്ക് എപ്പോഴും സോളബിൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോളബിൾ ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ കഴിക്കുന്ന പശുവിന് അല്ലെങ്കിൽ ഈ റൂമിനൻ്റ് ആയിട്ടുള്ള ഈ അനിമലിന് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലിഗ്നിൻ എന്ന് പറയുന്ന സാധനമായി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽവാള്, ഈ പറഞ്ഞ സസ്യത്തിൻ്റെ സെൽവാള് ലിഗ്നിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പാഡി സ്ട്രോയ്ക്കും അതുപോലെ മറ്റുള്ള സ്ട്രോയ്ക്കെല്ലാം TDN കണ്ടന്റ്, ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് കണ്ടന്റ് വളരെ വളരെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പാഡി സ്ട്രോയെ ഇപ്പോഴും നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. അതിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു കൺസിഡറബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഗുണമില്ല അത് കൊടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഗുഡ് ക്വാളിറ്റി ഫോഡർ വേണം. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഡയറി ഗ്രൂപ്പ്സ്, അതുപോലെ ഫോഡർ ഫാമിംഗ് സ്കീം ഓൺ കൊമേഴ്ഷ്യൽ ബേസിസ് അല്ലേ. കൊമേഴ്ഷ്യൽ ബേസിൽ വളരെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഫോഡർ ഫാമിങ്ങിന്റെ സ്കീമുകളും ആര് നടപ്പിലാക്കുന്നു, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നുണ്ട്. സ്കീമുകളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. അതുപോലെ 2010 വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അച്ചീവ്മെന്റ് എന്താണ് സ്റ്റേറ്റ് ഡയറി ലാബ് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ്, സ്റ്റേറ്റ് ഡയറി ലാബ് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് 2010 പ്രധാനപ്പെട്ട
അച്ചീവ്മെന്റ്. അതുപോലെ ISO 9001, അതുപോലെ 2005 സർട്ടിഫിക്കേഷൻ, പിന്നെ NABL നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഇതാണ് NABL ഫുൾ ഫോം കേട്ടോ, മറന്നു വല്ലൊന്ന് ഓർത്ത് വെച്ചോണേ. NABL ഫുൾ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്നാണ് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡാണ്, ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്, ലബോറട്ടറീസ്. അപ്പോൾ ഈ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് പിന്നെ TMC അവിടെ ഇല്ല, അത് NABL എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഏതൊരു ലബോറട്ടറിക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് NABL എന്ന് പറയുന്നത്. അതുപോലെ ISO സർട്ടിഫിക്കേഷൻ ISO 9001 2005 സർട്ടിഫൈഡ് ആയി മാറി എന്നുള്ളതാണ് അല്ലേ. അതുപോലെ ഇത് എന്തിനും ചാർജ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഫീ ഫോർ മിൽക്ക് പ്രൊഡക്ട്സ്, ഫോഡർ, വാട്ടർ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചിത ഫീസ് അടച്ചാൽ മാത്രമേ അവിടെ നിന്ന് ഇതിൻ്റെ പരിശോധനാ ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. നോക്കാം. അപ്പോൾ 2010 നമ്മുടെ എന്ത് വന്നത്, ഈ പറഞ്ഞ സ്റ്റേറ്റ് ഡയറി ലാബ് നിലവിൽ വരുന്നത്. ഓക്കെയാണ് പറഞ്ഞത്, ഓക്കെ അല്ലേ. അതുപോലെ ഇൻ 1918 കേരള വാസ് ഓണേർഡ് വിത്ത് ഇന്ത്യ ടുഡേസ് അഗ്രോ സമ്മിറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ആൻഡ് ദ സെഡ് അവാർഡ് വാസ് റിസീവ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ ഓണറബിൾ മിനിസ്റ്റർ ഡയറി ഡെവലപ്മെന്റ് അഡ്വക്കേറ്റ് കെ രാജു. അഡ്വക്കേറ്റ് കെ രാജു ആണ് 2018 എന്താ അഗ്രോ സമ്മിറ്റ് അവാർഡ് റിസീവ് ചെയ്തെന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് കെ രാജു മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിനെ ഈ മിൽക്ക് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ പാലുൽപാദനം സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രഖ്യാപനമൊക്കെ എത്തി നിൽക്കുന്ന സമയത്താണ് കോവിഡ് ഇടിച്ചിറങ്ങുന്നത്, മനസ്സിലായോ? ആ സമയത്ത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് കോവിഡ് ഇടിച്ചിറങ്ങിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നടന്നേനെ, അതൊരു വലിയൊരു പ്രഖ്യാപനത്തിലേക്ക് വരേണ്ട സാധനം. നമുക്കിപ്പോഴും അതിന് മുന്നേ, അതായത് രാജു സാർ വരുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടം പോലെ മിൽക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മിൽമ ഐക്കിലേക്ക് തന്നെ മിൽക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ആവശ്യങ്ങൾ. അതിന് മാത്രം മിൽക്കിയുടെ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി കുറവായിരുന്നു, കേരളത്തിലുള്ള പ്രൊഡക്ഷൻ കുറവായിരുന്നു. അപ്പോൾ 2018 എന്തായാലും ഇത്തരത്തിലേക്കൊരു സംഭവത്തിലേക്ക് വന്നു. അപ്പോൾ എന്താണ് നോക്ക്, ബെസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് അല്ല കേട്ടോ കേരളം, 2018 അല്ല. പക്ഷേ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് 2018 കേരളത്തിന് ഓണർ കിട്ടി. ഇന്ത്യ ടുഡേയുടെ അഗ്രോ സമ്മിറ്റ് അവാർഡ് അല്ലേ. അത് ആരാ ഏറ്റുവാങ്ങിയത്? അഡ്വക്കേറ്റ് കെ രാജുവാണ് ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ നമ്മുടെ മന്ത്രി ആരാടാ? കെ ചിഞ്ചുറാണിയാണ് അല്ലേ. ചിഞ്ചുറാണി അവർക്കാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചും അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചും അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. എന്തായാലും 2018 പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് വന്നു. എന്താണ്? ഇന്ത്യ ടുഡേയുടെ അഗ്രോ സമ്മിറ്റ് അവാർഡ്. എന്തിന്? ഫോർ ബെസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു അവാർഡ്, ഒരു ഓണററി അവാർഡ് കിട്ടി. അത് റിസീവ് ചെയ്തവരാണ് ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ഡയറി ഡെവലപ്മെന്റ് അഡ്വക്കേറ്റ് കെ രാജു 2018 അത് റിസീവ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് നോക്കാം. മൈൽ സ്റ്റോൺസ് ഞാൻ മറഞ്ഞിരിക്കുമോ? ഞാൻ മറഞ്ഞു പോകും അല്ലേ. എന്തായാലും നിങ്ങൾ ഈ മൈൽ സ്റ്റോൺസ് പ്രത്യേകം എഴുതി വെക്കണം. മോളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ അങ്ങോട്ട് നടന്ന് പറയാം. 962 ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫോംഡ് വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ട്രിവാൻഡ്രം ആൻഡ് റീജിയണൽ ഓഫീസസ് ഇൻ എറണാകുളം ആൻഡ് കോഴിക്കോട്. 972 അപ്പോയിൻമെന്റ് ഓഫ് 144 കാറ്റൽ ഇംപ്രൂവ്മെന്റ് ഓഫീസേഴ്സ്. അതുപോലെ 250 ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ്. അതുപോലെ 1000 ആരാണ്? CAS അല്ലെ. 1000 പഞ്ചായത്തുകൾ CASനെ നമ്മൾ എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു, എസ്റ്റാബ്ലിഷ്ഡ്. അതിൻ്റെ കൂടെ സിൽവർ പാസ് ഡെവലപ്മെന്റ് കം ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻ വയനാടും അതിനോടൊപ്പം നമ്മുടെ അട്ടപ്പാടി ഡെവലപ്മെന്റ് സ്കീം അതിൻ്റെ കീഴിൽ വന്നുള്ളതാണ്. അതുപോലെ 980 കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ വാസ് എസ്റ്റാബ്ലിഷ്ഡ് 980. അതുപോലെ 983 എസ്റ്റാബ്ലിഷ് റീജിയണൽ ട്രെയിനിങ് സെന്റർ അറ്റ് കോഴിക്കോട്. ലേറ്റർ എ നമ്പർ ഓഫ് ട്രെയിനിങ് സെന്റേഴ്സ് എത്രയാണ്? 5 എണ്ണം ഉണ്ട്. ട്രിവാൻഡ്രം, ഓച്ചിറ, കോട്ടയം ആൻഡ് ആലത്തൂർ. ഇനി 85 തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ യൂണിയൻ TRCMBU ആൻഡ് എറണാകുളം ESCMBU വേർ എസ്റ്റാബ്ലിഷ്ഡ്. അതുപോലെ 19 മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ യൂണിയൻ അല്ലെ MRCMBU വാസ് എസ്റ്റാബ്ലിഷ്ഡ്. 90 MRCMBU വരുന്നത്. അതുപോലെ 996 ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അറ്റൈൻഡ് ദ സ്റ്റാറ്റ്യൂട്ടറി കൺട്രോൾ ഓഫ് ഓൾ ദ മിൽക്ക് ഫാമിംഗ് സൊസൈറ്റീസ് ആൻഡ് യൂണിയൻസ് അക്രോസ് ദ സ്റ്റേറ്റ്. അതുപോലെ 2006 എസ്റ്റാബ്ലിഷ്ഡ് കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ, which is mainly aimed at the providing pensions, welfare schemes and financial assistance to farmers അല്ലേ. അതുപോലെ 2010 സ്റ്റേറ്റ് ഡയറി ലാബ് വന്നു, ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ട്രിവാൻഡ്രം. ലാബ് അച്ചീവ്ഡ് അക്രഡിറ്റേഷൻ, NABLന്റെ അക്രഡിറ്റേഷൻ വന്നു അല്ലേ. അതുപോലെ ഇന്ന കാര്യങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2018
state was selected by the India Today as the best milk producing state in the country, and Honorable Minister K. Raju received the most coveted India Today's Agro Summit Award. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കിപ്പോയാൽ മാത്രം മതി, ചുമ്മാ കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. മൈൽ സ്റ്റോൺസ് പ്രത്യേകം ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക, എഴുതി ഒരു ചാർട്ടാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം. തിരുവിതാംകൂർ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. തിരുവിതാംകൂർ കൊച്ചു സംസ്ഥാനത്ത് ആദ്യമേ രജിസ്റ്റർ ചെയ്ത ക്ഷീരസംഘം എന്ന് വേണം നമുക്ക് ചോദിക്കാം. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കണം. ആ ഷോർട്ട് നോട്ട് എന്ന് ഒറ്റ വാക്കിലുള്ള ഉത്തരം ആയിരിക്കരുത്, ആ ഉത്തരവും അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണം. അതുപോലെ 1952 10ാം ആക്ട് പ്രകാരം സ്ഥാപിതമായ ക്ഷീരസംഘങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഓക്കെ, അതുപോലെ 1914 ഭാരത സർക്കാർ രൂപീകരിച്ച കാർഷിക ബോർഡിന്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? അതുപോലെ ഡോക്ടർ NC റൈറ്റ് നൽകിയ ശുപാർശകൾ ഇന്നും പ്രസക്തമാണെങ്കിൽ അവ ഏതൊക്കെ? ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, ആൻഡ് ഷോർട്ട് നോട്ട് എഴുതി വയ്ക്കുക. ഇനി ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അതുപോലെ ക്ഷീര സംരംഭങ്ങളിലെ സുസ്ഥിരത ഉറപ്പാക്കാൻ എന്തൊക്കെ നടപടികൾ ആവശ്യമാണ്? അതുപോലെ കേരളത്തിലെ ക്ഷീര വ്യവസായ ശൃംഖലയുടെ നൂതന മാർഗ്ഗങ്ങൾ എന്തൊക്കെ? ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആൻസറുകളാണ്. അതുപോലെ ക്ഷീര വികസന വകുപ്പ് കേരളത്തിൽ എപ്പോൾ രൂപീകരിക്കപ്പെട്ടു? അതുപോലെ അപ്പോൾ അത് രൂപീകരിക്കപ്പെട്ടപ്പോഴത്തേക്ക് അന്ന് ആരായിരുന്നു മന്ത്രി? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം, ഷോർട്ട് നോട്ട് എഴുതണം. അതുപോലെ കേരളത്തിലെ ആദ്യ ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ആരായിരുന്നു? ഓക്കെ, അതുപോലെ ഇതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ല, MCQ അല്ലേ ഞാൻ പറയുന്നത്, ഒരു ഡെസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് അതുപോലെ നിങ്ങൾ വളരെ കോൺഫിഡൻറ്റോട് ഉത്തരം പറയേണ്ട ആൻസറുകളാണ്. ക്ഷീര വികസന വകുപ്പിൻ്റെ ആദ്യ ഡയറക്ടറേറ്റ് എവിടെയായിരുന്നു? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് പട്ടത്താണ് അതിൻ്റെ ഡയറക്ടറേറ്റ്. ആ സമയത്ത് 2 സ്ഥാപനങ്ങൾ വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാം. അതുപോലെ ധവള വിപ്ലവത്തിന് ഉപജ്ഞാതാവാരായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഡോക്ടർ വർഗീസ് കുര്യൻ മാത്രം പറയുമോ? അതായത് അപ്പോൾ അതെങ്ങനെ പറയും? ഒന്ന് പറഞ്ഞു നോക്കാം. ഡോക്ടർ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന് ഉപജ്ഞാതാവ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് കൈറ മിൽ സൊസൈറ്റിയുടെ രൂപീകരണവും അതുപോലെ ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിനെ കൊണ്ടുവന്നതും നമ്മുടെ അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് രൂപീകരിച്ചതും ജസ്റ്റ് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കോൺട്രിബ്യൂഷൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായി അല്ലേ? അങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി എപ്പോൾ ആരംഭിക്കപ്പെട്ടു? അതിനെക്കുറിച്ചും ജസ്റ്റ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വയ്ക്കുക. അതുപോലെ ക്ഷീരവികസന വകുപ്പിൽ 1972 പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ്? ഓക്കെ, അതുപോലെ അട്ടപ്പാടി വികസന പദ്ധതി ഏത് വകുപ്പിൻ്റെ കീഴിലായിരുന്നു ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ 1980 ഏതൊക്കെ മേഖല യൂണിയൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? ഓക്കെ, അതുപോലെ കോഴിക്കോട് ക്ഷീര വികസന വകുപ്പിൻ്റെ ആദ്യ പരിശീലന കേന്ദ്രം ആരംഭിച്ച വർഷം? തിരിച്ച് മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എങ്ങനെ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ക്ഷീര വികസന വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ പിന്നീട് മറ്റ് ഏത് സ്ഥലങ്ങളിൽ ആരംഭിച്ചു? ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് എത്ര പരിശീലന കേന്ദ്രങ്ങളുണ്ട്? എവിടെയൊക്കെയാണ്? ഓക്കെ, അതുപോലെ ക്ഷീര സഹകരണ ശൃംഖലയുടെ സ്റ്റാറ്റ്യൂട്ടറി നിയന്ത്രണം ക്ഷീര വികസന വകുപ്പിന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ എന്നാണ് ഉത്തരം പറ. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി നിയന്ത്രണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഇന്ത്യയിൽ പ്രഥമമായി നിലവിൽ വന്ന കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് എപ്പോൾ സ്ഥാപിക്കപ്പെട്ടു? 2000 പറ. ഓക്കെ, അതുപോലെ ക്ഷീരവികസന വകുപ്പിന്റെ മുഖ്യ ലക്ഷ്യം എന്താണ്? ഓക്കെ, ക്ലീനിങ് പ്രൊഡക്ഷൻ അല്ലേ? അതുപോലെ ക്ഷീരവികസന വകുപ്പിന്റെ പ്രധാന പദ്ധതികൾ ഏതൊക്കെ? പദ്ധതിയെക്കുറിച്ച് വിശദമായിട്ട് വേറെ ക്ലാസ് ഉണ്ട്, അപ്പോൾ പറഞ്ഞാൽ മതി. അതുപോലെ സ്റ്റേറ്റ് ഡയറി ലാബ് സ്ഥാപിതമായത് എന്ന്? അതുപോലെ 2018 ഇന്ത്യ ടുഡേയുടെ മികച്ച പാലുൽപാദന സംസ്ഥാനത്തുള്ള അഗ്രോ സമ്മിറ്റ് അവാർഡ് നേടിയ സംസ്ഥാനം ഏത്? കേരളം. ആര് സ്വീകരിച്ചെന്ന് വെച്ചാലാണ് അഡ്വക്കേറ്റ് K. രാജു ആണ് സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പ്രധാനമായിട്ടും നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയാസ് എല്ലാം നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് അത് കവർ ചെയ്യാം. ഒരു പക്ഷേ എന്നെ ശ്രദ്ധയിൽപ്പെടാത്ത ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിതൊരു അടിപൊളി പരിപാടിയാക്കി മാറ്റണം മക്കളെ. നിങ്ങൾക്ക് 1 മാർക്ക് എക്സ്ട്രാ കിട്ടണം കേട്ടോ, 1 മാർക്ക് എക്സ്ട്രാ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എങ്ങനെ ഇൻ്റർവ്യൂവിലെ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വേറെ ക്ലാസ് സാറ് തരും. അപ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ബാക്കി പരിപാടിയെല്ലാം നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരിട്ട് കാണണം. നമുക്ക് വളരെയധികം എന്താ പറയുക, സന്തോഷം തരുന്ന ഒരു ജോലിയായിരിക്കും ഇത്. നിങ്ങൾ എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ജോലിയാണ്. നല്ല ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നിയമപരമായിട്ടുള്ള അധികാരങ്ങളുള്ള ജോലിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലേ? നമ്മുടെ ഒരു ജൂറിസ്ഡിക്ഷനിലുള്ള എല്ലാ ആപ്കോസിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വഹിക്കേണ്ട ജോലിയാണ്. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ജോലിയാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ജോലിയാണ്. അതുപോലെ പ്ലാൻ സ്കീമുകളുടെ ഇംപ്ലിമെൻറ്റേഷനിൽ നമുക്ക് തുടക്കത്തിലേ ഇടപെടാൻ പറ്റുന്ന ജോലിയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് വേറെ ഒന്നും വേണ്ട, ഒരുപാട് കർഷകരെ സഹായിക്കാൻ പറ്റുന്ന ജോലിയാണ്. ഒരുപാട് സാധാരണക്കാരെ പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ജോലിയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.